ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता विशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेषु वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदेव्यस्तमहं प्रपद्ये पंचतत्त्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण हरि ओम तत्सत। ചൈതന്യ ചരിതാമൃത മധ്യലീല 11ാമത്തെ അധ്യായം 11ാമത്തെ ശ്ലോകം നിൽക്കുക. അകാരദപി ഭേതവ്യം സ്ത്രീണാം വിഷയിണാം അപി യഥാ ഹേർമനസക്ഷോഭസ് തഥാ തസ്യാ കൃതേർ അപി അകാരാത് അഭിഭേദവ്യം സ്ത്രീണാം വിഷയിണാം അപി യഥാ ഹേർമനസക്ഷോഭസ് തഥാ തസ്യാ കൃതേർ അപി. ഹരി ബോൾ. अकारादभिभृत्येवं स्त्रीणं विषयिणम् अपि यथा हिर्मनसा क्षोभा तदा तस्य कृतेरपि. हरे कृष्ण. Hare Krishna. Just as one is immediately frightened upon seeing a live serpent or even the form of a serpent, one endeavoring for self-realization should similarly fear a materialistic person and a woman. Indeed, he should not even glance at their bodily features. This is a quotation from Chaitanya Chandrodaya Nataka. എന്നാണ്. ആരാണ് ചൈതന്യ ചന്ദ്രോദയ നാടകം എഴുതിയത്? അറിയോ ആർക്കെങ്കിലും? ആരാണ്? ചൈതന്യ ചന്ദ്രോദയ നാടകം. ഓക്കെ, എന്താണ് അവർ പറയുന്നത്? കവി കർണാപുര. കവി കർണാപുര ആരുടെ മകനാണ്? ആരുടെ മകനാണ്? അറിയില്ല. ശിവാനന്ദ സേന. ശിവാനന്ദ സേനയുടെ മകനാണ്. ചൈതന്യ മഹാപ്രഭുവിന് നിത്യാനന്ദ പ്രഭു വളരെ ക്ലോസ് അസോസിയാണ് ശിവാനന്ദ സേന. ജഗന്നാഥപുരിയിലേക്ക് എല്ലാ ഭക്തന്മാരെയും കൊണ്ടുവരുമ്പോൾ ഈവൻ നിത്യാനന്ദ പ്രഭുക്ക് വരുന്ന സമയത്ത് അദ്ദേഹമാണ് എല്ലാ അറേഞ്ച്മെന്റ്സും താമസവും പോകാനുള്ള എല്ലാ അറേഞ്ച്മെന്റും ചെയ്യുക. ഓക്കെ, ശിവാനന്ദ സേനയുടെ കൂടെ ഒരു നായ വന്നൊരു സ്റ്റോറി കൂടിയുണ്ട്. ആ നായ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസാദം കഴിച്ചിട്ട് ഡെലിവറൻസ് കിട്ടി. അതൊക്കെ ഇതിന് വരുന്നുണ്ട്. ജസ്റ്റ് പേരൊന്നുകൂടി പറഞ്ഞ പ്രഭു. കവി കവി കർണാപുര. കർണാപുരം. കവി കർണാപുര.
ഒരു മിനിറ്റ്, ഒരു ഫയർ അലാമാണ് ഇവിടെ. സോ just as one is immediately frightened upon seeing a live serpent or even the form of serpent. ഇപ്പൊ നമ്മള് പാമ്പിനെ കണ്ടാൽ ഉടനെ പേടിക്കും. ഈവൻ രാത്രിയൊക്കെ പാമ്പിനെ പോലുള്ള ഒരു സാധനം കണ്ടാൽ മതി, ഒരു കയറ് കണ്ടാൽ മതി അല്ലെ, അത് പാമ്പാന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ പേടിക്കും. വൺ എൻഡവറിങ് ഫോർ സെൽഫ് റിയലൈസേഷൻ, അത് ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കുന്ന ഒരു ഭക്തൻ, ഒരു ഭക്ത ഷുഡ് ഇമ്മീഡിയറ്റ്ലി ഫിയർ എ മെറ്റീരിയലിസ്റ്റിക് പേഴ്സൺ. അതായത് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ഒരാളും അതേപോലെ വുമൺ, അത് ബോത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അതായത് ഓപ്പോസിറ്റ് വേണമാവാം. Indeed, he should not give even glance at their bodily features. അത്രയും അപകടം പിടിച്ചതാണ്. അതായത് നമ്മൾ ഭൗതിക തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരായിട്ട് കൂട്ടുകൂടുന്നതും വുമൺ അല്ലെങ്കിൽ മെന്നായിട്ട് കൂട്ടുകൂടുന്നതും ഒരു ആധ്യാത്മിക വ്യക്തിക്ക് എന്നാണ് അതിൻ്റെ ഡേഞ്ചറസ് അപകടം ഇവിടെ കാണിച്ചു തരാണ്. കവി കർണാപുരയാണ് ഗൗണ ഗൗര ഗുണദേശ ദീപിക എന്ന് പറഞ്ഞിട്ടുള്ള എഴുതിയിരിക്കുന്നത്. ഗൗര ഗുണോദേശ ദീപിക പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. അതിൽ കൃഷ്ണലീലയിൽ ആരൊക്കെയാണ് വന്നിരുന്നത്, അവര് ആരൊക്കെയാണ് ഗൗരലീലയിൽ വന്നത്, അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റുവൽ ആഴ്ച ബാത്താ പുരാണാപി മുഖേന ആനിബേ കഹായതി താബേ അമായ യഥാന ദക്കിബേ. ആയിച്ചേ പതാ പുനരാപി മുഖേന ആനിബേ കഹായാതി തബേ ആമയ ഏതാന ദക്കിബേ. Bhattacharya, if you continue to speak like this, you will never see me here again. Therefore, you should never let such a request come from your mouth. അപ്പൊ ആരാണ് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു ഭട്ടാചാര്യ, സർവഭൗമ ഭട്ടാചാര്യോട് പറയാണ്, അതായത് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് പറയരുത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് റിക്വസ്റ്റ്? പ്രതാപരുദ്ര മഹാരാജാവിനെ കാണാനുള്ള റിക്വസ്റ്റ്. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം നല്ലൊരു ഭക്തനാണ്, പക്ഷെ അദ്ദേഹം വിഷയാണ്. വിഷയം എന്ന് പറഞ്ഞാൽ സെൻസ് ഒബ്ജക്ട്സില് സന്തോഷം, ആസ്വാദനം കാണുന്ന ആള്. അതായത് അദ്ദേഹം രാജാവാണ്. അപ്പൊ എല്ലാ ആർഭാടങ്ങളും എല്ലാ സമ്പത്തും ഐശ്വര്യങ്ങളും ഉള്ള ഒരു വ്യക്തിക്ക് അത് വിട്ടിട്ട് അപ്പൊ അതിൽ മുഴുകുന്ന വ്യക്തിയെ ഒരു സന്യാസി കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു അപേക്ഷയായിട്ട് ഇനി വന്നാൽ എന്താണ്, എന്നെ ഒരിക്കലും ഇവിടെ കാണില്ല എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ഭയപാന സർവഭാമ നിജ ഘരെ ഗേല വാസായ ഗിയ ഭട്ടാചാര്യ ചിന്തിതായില. ഭയാപാന സർവഭൗമ നിജാഗാര ഗേല വയസായ ഗിയ ഭട്ടാചാര്യ ചിന്തിത ഹൈല. Okay, being of സർവഭൗമ but returned home and began to meditate on the matter. അപ്പൊ ഇത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് പേടിയായി. കാരണം ചൈതന്യ മഹാപ്രഭു ഈ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടുപോയാലോ. അപ്പൊ അദ്ദേഹത്തിന് പേടി തോന്നി. പിന്നെ അതിനെ പറ്റിയിട്ട് ആ കാര്യത്തിനെ പറ്റിയിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ, ധ്യാനിക്കാൻ തുടങ്ങി. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ഉള്ള ഒരു ആ ചിന്തയിൽ മുഴുകിയിരുന്നു. ഹേന കാലേ പ്രതാപരുദ്ര പുരുഷോത്തമ ഐല പാത്രാമിത്ര സംഘേ രാജ ദരാശനെ ചാലീല. ഹേന കാലേ പ്രതാപരുദ്ര പുരുഷോത്തമ ഐല പത്രാമിത്ര സംഘേ രാജ ദർശനെ ചലീല. At this time, Maharaja Prataprudra arrived at Jagannath Puri, Purushottama, and accompanied by his secretaries, ministers, and military officers, went to visit the temple of Lord Jagannatha. അപ്പോൾ ആ സമയത്താണ് ഈ
സംസാരം നടക്കുന്ന സമയത്താണ് പ്രതാപ് രുദ്ര പുരിയിൽ പുരുഷോത്തമ ക്ഷേത്രത്തിൽ എത്തുന്നത്. ആരുടെ കൂടെ? സെക്രട്ടറീസും മിനിസ്റ്റേഴ്സും മിലിറ്ററി ഓഫീസേഴ്സും. കാണിച്ച രാജാവാണ്. അങ്ങനെ ജഗന്നാഥ് പുരിയില് ജഗന്നാഥിനെ കാണാൻ പോയി. ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് മഹാരാജ പ്രതാപ് രുദ്ര യൂസ് ടു ലീവ് അറ്റ് കട്ടക്ക. ഇപ്പോഴത്തെ അതിന്റെ പേര് കട്ടക്, ഹിസ് ക്യാപിറ്റൽ. ലേറ്റർ ഹി ഷിഫ്റ്റഡ് ഹിസ് ക്യാപിറ്റൽ ടു ഖുദ്ര, എ ഫ്യൂ മൈൽസ് ഫ്രം ജഗന്നാഥ് പുരി. Presently there is a railway station there called Khudra Road. അപ്പോൾ കട്ടക്കില് ഖുദ്ര പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ, ഖുദ്ര റോഡ് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. രാമാനന്ദരായ ഗജപതി സംഘേ പ്രഥമേ പ്രഭുരെ ആസി മിലില ബഹുരംഗേ. രാമാനന്ദരായ ഐല ഗജപതി സംഘേ പ്രഥമേ പ്രഭുര അസി മിലില ബഹുരംഗേ. When King Prataprudra returned to Jagannath Puri, Ramananda Rai came with him. Ramananda Rai immediately went to meet Sri Chaitanya Mahaprabhu with great pleasure. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെയാണ് രാമാനന്ദ റായും വന്നിരിക്കുന്നത്. ആരെ? പ്രതാപ് രുദ്ര മഹാരാജിന്റെ കൂടെ. രാമാനന്ദ റായ് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വന്നു. ആൻഡ് പ്രതാപ് രുദ്ര ജഗന്നാഥ് പുരിയിലെ ജഗന്നാഥിനെ കാണാൻ പോയി. All Indian kings are given titles. Sometimes they are known as Chhatrapati, sometimes Narapati, sometimes as Ashwapati, and so on. The king of Orissa is addressed as Gajapati. അന്നത്തെ കാലത്ത് ഓരോ രാജകുമാർക്കും ഒരു ടൈറ്റിൽ ഉണ്ടായിരുന്നു. ഛത്രപതി അല്ലേ, പിന്നെ നരപതി, പിന്നെ അശ്വപതി. ഇദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് ഗജപതി. राय प्रणति कैला प्रभु कैला आलिंगना. दुई जने प्रेमा वैसे करे न खंडन क्रंदना. राय प्रणति कैला प्रभु कैला आलिंगना. दुई जने प्रेमा वैसे करे न क्रंदना. Upon meeting Sri Chaitanya Mahaprabhu, Ramananda Rai offered his obeisances. The Lord embraced him and both of them began to cry in great ecstasy of love. അപ്പോൾ ആനന്ദാച്ചു രണ്ടുപേരും കൂടിച്ചേർന്നപ്പോൾ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് ആനന്ദം കൊണ്ടുള്ള അശ്രുവായിരുന്നു അല്ലെ. അപ്പൊ രണ്ടുപേരും ഒരു ഇവിടെ ക്രന്ദന കരയാൻ തുടങ്ങിയെന്ന് പറയുന്നത് സന്തോഷമാണ്. റായ സംഘേ പ്രഭുരാദേഖി സ്നേഹ വ്യവഹാര സർവഭക്ത ഗണേര മനെ ഹൈല ചമത്കാര. राया संके प्रभु राधे की स्नेह व्यवहारा सर्व भक्त गणेरा माने हाइला चमत्कारा. Seeing Lord Sri Chaitanya Mahaprabhu's intimate dealings with Sri Ramananda Rai, all the devotees there were astonished. അവിടുത്തെ എല്ലാ ഭക്തന്മാർക്കും അത്ഭുതം തോന്നി. കാരണം വെച്ചാൽ രാമാനന്ദ റായും ചൈതന്യ മഹാപ്രഭുവും തമ്മിലുള്ള അടുപ്പം കാരണമല്ലോ അത്രയും ഒരു ഇന്റിമേറ്റ് ഫീലിങ്സ് വരാൻ കാരണം. അവർക്കെല്ലാം അത്ഭുതം തോന്നിയെന്നാണ് പറയുന്നത്. राय कहे तुम्हारा आज्ञा राजा के कहिला, तुम्हारा इच्छाया राजा मोरा विषय चाड़ाइला. राया कहे तोमरा अंजना राजा के कहिला, तोमरा इच्छाया राजा मोरा विषय चाहिला. Ramananda Rai said, I duly informed King Prataprudra of your order for me to retire from service. By your grace, the king was pleased to relieve me of these material activities. ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായി രണ്ടാമത്തെ സമയം തിരിച്ചു വരുമ്പോൾ കണ്ടിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു ജോലിയിൽ നിന്ന് വിരമിക്കണം, ജഗന്നാഥ്പുരിയിൽ എൻ്റെ കൂടെ വന്ന് വസിക്കണം. അപ്പൊ അതുകൊണ്ട് പ്രതാപ് രുദ്ര മഹാരാജനോട് പറഞ്ഞാൽ മതി, അത് അദ്ദേഹം വേണ്ടതുപോലെ ചെയ്യും. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ നിർദ്ദേശപ്രകാരം അദ്ദേഹം പ്രതാപ് രുദ്ര മഹാരാജനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ആഗ്രഹം പുരിയിൽ പോയിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ താമസിക്കണം, അതിന് എന്നെ ജോലിയിൽ നിന്നും മുക്തനാക്കണം. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത് അതേപോലെ തന്നെ അദ്ദേഹത്തിന് ജോലിയിൽ നിന്നും വിരമിക്കാനുള്ള ആ ഫ്രീഡം കൊടുത്തു. ചൈതന്യ മഹാപ്രഭു റിക്വസ്റ്റഡ് രാമാനന്ദ റായ് ടു റിട്ടയർ ഫ്രം ഹിസ് ഗവർണർഷിപ്പ് ആൻഡ് അക്കോർഡിംഗ് ടു ദ ലോർഡ്സ് ഡിസയർ Ramananda Rai petitioned the king. The king was very pleased to give him relief, and thus Ramananda Rai retired from service and received a pension from the government. Okay. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഈ നിർദ്ദേശം പ്രതാപ് രുദ്ര മഹാരാജ് അതേപോലെ ഉൾക്കൊണ്ടു. അത് മാത്രമല്ല അദ്ദേഹത്തിന് ജോലിയിൽ നിന്ന് പോകാനുള്ള ആ ഒരു സമ്മതം കൊടുത്തു. അത് മാത്രമല്ല ശമ്പളം എത്രയാണോ കിട്ടിയിരുന്നത് അത്രയും ജീവിതകാലം മുഴുവൻ പെൻഷൻ കൊടുക്കാനുള്ള ഉത്തരവും അദ്ദേഹം ഇട്ടു.
ജോലി അന്നും കൂടി ഉണ്ട് പെൻഷൻ എന്നറിയാം. എത്ര ശമ്പളം ഉണ്ടായിരുന്നു അത്രയും ശമ്പളം ജോലി ചെയ്യാതെ പെൻഷനായിട്ട് കൊടുക്കാനും സമ്മതിച്ചു. രാമാനന്ദറായും ശ്രീ ചൈതന്യ മഹാപ്രഭുവും അവിടെ എവിടെയാണ് മീറ്റ് ചെയ്തത്? ഗോദാവരി നദീതീരത്ത് അല്ലെ. അപ്പോ രാമാനന്ദറായി ഗവർണർ ഓഫ് മദ്രാസ് ആയിരുന്നു. അന്ന് മദ്രാസാണ് ഗവർണർ. മദ്രാസ് പറഞ്ഞാൽ ആന്ധ്ര, തമിഴ്നാടു, കേരള ഈ സംസ്ഥാനത്തിലൊക്കെ എല്ലാം കൂടി ചേർന്നാണ് അന്ന് മദ്രാസ്. അപ്പൊ അതിൻ്റെ എല്ലാം ഗവർണറായിരുന്നു. വലിയ പോസ്റ്റായിരുന്നു, പക്ഷെ ശൂദ്രനായിരുന്നു. ആ ശൂദ്രൻ പല്ലക്കിലാ വരിക, ടർബനിട്ട് വലിയ മുടിയൊക്കെ വളർത്തി വലിയ മീശയൊക്കെ ഇട്ട് ഒരു മിനിസ്റ്ററാണ്. അപ്പൊ ആ ഒരു ഇതിലാണ് എന്താ പറയാ, ഒരു ഗംഭീരതയിലാണ് അദ്ദേഹം വരുന്നത്. കൂടെ ആരായിരുന്നു? ബ്രാഹ്മണന്മാര്. ബ്രാഹ്മണന്മാര് വേദമന്ത്രങ്ങൾ ഉരുത്തിട്ടാണ് വരിക. ഇദ്ദേഹം പലകിലേറ്റി കൊണ്ടുവരും. സാധാരണ ഇതല്ല. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഗോദാവരി നദീതീരത്ത് അവിടെ ഇറക്കി. അപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു കാണുന്നത്. ചൈതന്യ മഹാപ്രഭു കണ്ട ഉടനെ ആദ്യമായിട്ടാണ് മനസ്സിലായി, അദ്ദേഹത്തിന് മനസ്സിലായി, ചൈതന്യ മഹാപ്രഭു മനസ്സിലായി. വേഗം വന്നിട്ട് ആലിംഗനം ചെയ്യാണ്. അപ്പൊ ബ്രാഹ്മണന്മാർക്ക് വളരെ അതിശയം. ഇദ്ദേഹം ഒരു സന്യാസി, ഒരു ബ്രാഹ്മണൻ, ആ ഒരു ബ്രാഹ്മണനായിട്ടുള്ള സന്യാസി ഒരു ശൂദ്രനെ ആലിംഗനം ചെയ്യുന്നു എന്നുള്ള ഒരു അത്ഭുതം. അവർക്കറിയില്ല എന്താണ് രണ്ടുപേരും ഭക്തന്മാരെന്നുള്ള. ബ്രാഹ്മണന്മാർക്ക് അറിയില്ല. ബ്രാഹ്മണന്മാർക്ക് എന്താണ് റിച്വൽസ് മാത്രമേ അറിയുള്ളൂ. അവർക്ക് റിച്വൽസ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇവിടെ രണ്ടുപേരും ഇത്രയും വലിയൊരു ഒരു മിനിസ്റ്റർ ആണെങ്കിലും കൂടിയിട്ട്, ഗവർണർ ആണെങ്കിലും കൂടിയിട്ട് അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനാണെന്ന് ചൈതന്യ മഹാപ്രഭുവിന് അറിയാം. അപ്പൊ അവിടെ ബൈ ബർത്ത് അല്ല നോക്കുന്നത്. അവിടെ ഏത് കുലത്തിൽ ജനിച്ചു, ഏത് വർണ്ണമാണെന്നല്ല അവിടെ നോക്കുന്നത്, ഒരു ഭക്തൻ എന്നുള്ള ഒരു ഇതാണ് നോക്കുന്നത്. അവർക്കെല്ലാവർക്കും അതിശയമായിരുന്നു. അപ്പൊ അങ്ങനെ രാമാനന്ദറായെ പ്രതാപരുദ്ര മഹാരാജാവ് റിലീവ് ചെയ്തു ജോലിയിൽ നിന്ന്. ആമി കഹി ആമാഹത്തെ നഹായ വിഷയ ചൈതന്യ ചരണേ രാഹോൺ യാദി ആജ്ഞാഹയ. आमी कहे आमा हते नहाया विषया चैतन्य चरण राहोन यादि अंजना हया. I said, Your Majesty, I am now not willing to engage in political activities. I desire only to stay at the lotus feet of Sri Chaitanya Mahaprabhu. Kindly give me permission. അപ്പൊ രാമാനന്ദറായി പ്രതാപരുദ്ര മഹാരാജനോട് പറഞ്ഞു, ഞാൻ ഇനി ജോലിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ സേവകനായിട്ട് ജഗന്നാഥ്പുരിയിൽ താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള സമ്മതം തന്നാലും. തൊമാര നാമ സുനി രാജ ആനന്ദിത ഹൈല ആസന ഹൈത്തെ ഊട്ടി മോരെ ആലിംഗന കൈല. അപ്പോ എന്താണ് പറയുന്നത്? മാജി പറയും. तुम्हारा नाम सुनी राजा आनंदिता हैला असना हाइते उती मोर आलिंगरा कैला. When I submitted this proposal, the king immediately became very pleased upon hearing your name. Indeed, he instantly rose from his throne and embraced me. അപ്പൊ ഈ പ്രൊപ്പോസൽ ഞാൻ വെച്ച ഉടനെ രാജാവ് വളരെ സന്തോഷവാനായി. അത് മാത്രമല്ല, അങ്ങയുടെ പേര് കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്നെ ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത്. തോമാര നാമ സുനി ഹൈല മഹാപ്രേമാവൈശ മോരാ ഹാത്തെ ധാരി കരേ വിരീതി വിശേഷ. तुम्हारा नाम सुनी हैला महाप्रमवेशा मोरा हत्तेदारी करे वृत्ति विशेषा. My dear Lord, as soon as the king heard your holy name, he was immediately overwhelmed by great ecstatic love. Catching my hand, he displayed all the symptoms of love. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ പേര് കേട്ട ഉടനെ അദ്ദേഹം പ്രേമാവേശത്തിൽ വന്നിട്ട് അതിന്റെ ലക്ഷണങ്ങളെല്ലാം കാണിക്കാൻ തുടങ്ങി. കാണിച്ചാൽ അദ്ദേഹം ഒരു ഭക്തനാണ്, രാജാവാണെങ്കിലും കൂടിയിട്ട് അദ്ദേഹം ഒരു ഭക്തനാണ്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ പേര് കേട്ട ഉടനെ അദ്ദേഹത്തിനും ആ ഒരു രോമാഞ്ചം, അതായത് എല്ലാം എക്സ്റ്റാറ്റിക് സിംറ്റംസ് ഇവിടെ പ്രകടപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. തൊമാര ഏ വർത്തന തുമി ഖാവോ സേ വർത്തന നിശ്ചിന്ത ഹന ഭജ ചൈതന്യര ചരണ. तुम्हारा ये वर्तना तुम्ही कहो से वर्तना निश्चिंता हाना बजा चैतन्यरा चरणा. As soon as he heard my petition, he immediately granted me a pension without reductions.
ഇമ്മീഡിയറ്റ്ലി പെൻഷൻ എന്താ വിത്തൗട്ട് റിഡക്ഷൻ പറഞ്ഞാൽ ശമ്പളം എത്രയോ കൊടുത്തിരുന്ന അത് മുഴുവന് അല്ലേ. സാധാരണ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ പെർസെൻറ്റേജോ അങ്ങനെയൊക്കെ ആയിരിക്കും, ഫുൾ എമൗണ്ട് ഒന്നും കിട്ടില്ല. പക്ഷെ വിത്തൗട്ട് റിഡക്ഷൻസ് അതിന് ഫുൾ പേയ്മെന്റ് കിട്ടാൻ സമ്മതിച്ചു. ദസ് അതെന്തുകൊണ്ടാണ്? ചൈതന്യ മഹാപ്രഭുവിനുള്ള ആ സ്നേഹം കൊണ്ട്, ആ റിലേഷൻഷിപ്പിന്റെ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. Thus the king granted me a full salary as a pension and requested me to engage without anxiety in the service of your lotus feet. അങ്ങയുടെ സേവനത്തിന് വേണ്ടിയിട്ട് എന്നെ ജോലിയിൽ നിന്ന് വിടാനുള്ള ആ സമ്മതം തന്നു. ഒരു ആങ്സൈറ്റി ഇല്ലാണ്ട് ജോലി കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞു. ആമീചാര യോഗ്യ നഹി താൻഡ്ര ദരാശനെ താൻഡ്രേ യേ ഭജേ താൻഡ്ര സഫല ജീവനെ. आमिचरा योगा नहीं तांड्रा दर्शने तांड्रे बजे तांड्रा सफला जीवने. Then Maharaja Prataprudra very humbly said, I am most fallen and abominable, and I am unfit to receive an interview with the Lord. One's life is successful if one engages in its service. അത് കഴിഞ്ഞിട്ട് മഹാരാജ പ്രതാപ്രുദ്ര പറഞ്ഞു രാമൻതറയുടെ, ഞാൻ മോസ്റ്റ് ഫോളാണ്, പതീതനാണ്. ഓക്കെ, പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കാണാനുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ, യോഗ്യതയില്ല. എപ്പോഴാണോ മഹാപ്രഭുവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിൽ നമുക്ക് അവസരം കിട്ടുന്ന അപ്പോൾ മാത്രമാണ് ഒരാളുടെ ജീവൻ സഫലമാവൂ എന്നുള്ള കാര്യം കൂടിയും പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അറിയാം. കാരണം വെച്ചാൽ സന്യാസിമാരെ അങ്ങനെ ഒരു ഭൗതിക ജീവിതം നയിക്കുന്ന ആൾക്കാരെ കാണില്ല, നന്നായിട്ട് അറിയാം. പരമകൃപാലു തേന വ്രജേന്ദ്ര നന്ദന കോന ജന്മേ മോര ആവാശ്യ ദിബേന ദർശന. परम कृपालु तेन्द्रा व्रजेरा नंदना कोमा जन्मे मोरा अवश्य दिबेना दर्शना. The king then said, Sri Chaitanya Mahaprabhu is Krishna, son of Maharaja Nanda. He is very merciful, and I hope that in a future birth, he will allow me an interview. എന്താണ് പറഞ്ഞത്? ചൈതന്യ മഹാപ്രഭു കൃഷ്ണ ഹിംസെൽഫ്, രജേന്ദ്ര നന്ദന ആണ്, നന്ദമഹാരാജന്റെ പുത്രനാണ്, കൃഷ്ണൻ സ്വയമാണ്, വളരെ കൃപാലുവാണ്. എങ്കിലും ഏതെങ്കിലും ഫ്യൂച്ചർ ലൈഫിൽ എനിക്ക് ചൈതന്യ മഹാപ്രഭുവിനെ കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതാൻഹാര പ്രേമ ആർത്തി ദേഖിലും തൊമാത്തെ താര ഏക പ്രേമാലേശ നാഹി കാമാത്തെ. एतन्ह प्रेम आरती देखिलुम तोमाते तारा एका प्रेमालेशा नाहिका अमाते. My Lord, I don't think that there is even a fraction of Maharaja Prataparudra's loving ecstasy in me. അപ്പോ രാമൻദറായി തന്റെ പൊസിഷൻ ലോവർ ദൻ പ്രതാപരുദ്ര മഹാരാജ, പ്രതാപരുദ്ര മഹാരാജനെക്കാട്ടിലും നിമ്നമായിട്ടുള്ള താഴെ കടയിലുള്ള ഒരു ഡിവോട്ടിയാണ് എന്നാണ് രാമൻദറായി പറയുന്നത്. അതായത് രാമൻദറായെ പ്രേസ് ചെയ്ത് സ്തുതിച്ചിട്ട് പറയാണ്, പ്രതാപരുദ്ര മഹാരാജനെ സ്തുതിച്ചിട്ട് പറയാണ് രാമാനന്ദറായി. प्रभु कहे तुम्हें कृष्णा भक्ता प्रधाना तोमा के ये प्रीति करे से भाग्यवान. प्रभु कहे तोमी कृष्णा भक्तन प्रधाना तोमी का ए प्रीति करे से भाग्यवान. Sri Chaitanya Mahaprabhu then said, My dear Ramanandarai, you are the foremost of all the devotees of Krishna. Therefore, whoever loves you is certainly a very fortunate person. അപ്പോ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനോട് എന്താ പറഞ്ഞ രാമൻദറായോട്, അങ്ങാണ് കൃഷ്ണന്റെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തൻ, ഉച്ചകൂടിയിലുള്ള ഭക്തൻ. ഏതെല്ലാം വ്യക്തികളാണോ അങ്ങേ സ്നേഹിക്കുന്നത് അവർ തീർച്ചയായിട്ടും ഭാഗ്യവന്മാരാണ്. അതായത് രാമാനന്ദറായെ പ്രതാപരുദ്ര മഹാരാജാവ് ആലിംഗനം ചെയ്തു, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു. എന്താണ് കാരണം? ചൈതന്യ മഹാപ്രഭു കൃഷ്ണന്റെ വളരെ ഉച്ച ശ്രേണിയിലുള്ള ഒരു ഭക്തനാണ് രാമാനന്ദറായ എന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ അഭിപ്രായം. പ്രീതി രാജാറാം ഏ ഗുണേ കൃഷ്ണ താൻരേ കരീബേ അംഗീകാര. പ്രീതി ഹൈല രാജ ഏ ഗുണേ കൃഷ്ണ താൻരേ കരീബേ അംഗീകാര. Because the king has shown so much love for you, Lord Krishna will certainly accept him. Okay.
നമ്മളുടെ ഇപ്പോ നമ്മളൊരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പൊ നമ്മളുടെ മക്കളെ അവരെ ഇഷ്ടപ്പെട്ടാലോ ഭയങ്കരമായിട്ട് നമുക്ക് അവരോട് ഒരു താല്പര്യം തോന്നും. നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മുടെ മക്കളെ അവർ ഇഷ്ടപ്പെടുന്നില്ല പറഞ്ഞാൽ നമുക്ക് അവരോട് അടുപ്പുണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ മക്കളെ അവരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് അത്ര തോന്നില്ല അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് ദ കിങ് ഹാസ് ഷോൺ സോ മച്ച് ലവ് ഫോർ യു, ലോർഡ് കൃഷ്ണ വിൽ സർട്ടൻലി അക്സെപ്റ്റ് യു. ഭഗവാന്റെ ഭക്തനാണ്, ആ ഭക്തനെ രാജാവ് ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. കിങ് പ്രതാപരുദ്ര റിക്വസ്റ്റഡ് an interview with Sri Chaitanya Mahaprabhu through the Bhattacharya, who duly submitted the request. The Lord, however, immediately refused this interview. Now, when Ramananda Rai informed the Lord how eager the king was to see him, the Lord was immediately pleased. Sri Chaitanya Mahaprabhu requested Ramananda Rai to retire from his government post and come to Sri Purushottama Kshetra, Jagannath Puri, to live with him. When this proposal was submitted to King Prataprudra, he immediately accepted it and also encouraged Ramananda Rai by allowing him full pension. This was very much appreciated by the Lord, and this confirms the fact that the Lord is more pleased when one serves the servant of the Lord. Dasa dasa anudasa. ഭഗവാനെ നേരിട്ട് സേവിക്കുന്നല്ല, ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കുന്നതിലാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നത്. In ordinary parlance, it is said, if you love me, love my dog. ഒരു സാധാരണ സെയിങ് ആണ്, ഒരു പ്രോവർബാണ്. If you love me, love my dog. To approach the Supreme Personality of Godhead, one has to go through his confidential servant. This is a method. Sri Chaitanya Mahaprabhu clearly says, because the king loves you, Ramananda Rai is very fortunate. Krishna will certainly accept him due to his love for you. Okay. അപ്പോ ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്നുണ്ടെങ്കിൽ നേരിട്ടല്ല പോണ്ട, സേവകന്മാരുടെ വഴി പോണം. അപ്പോ ആരാണ്? നിത്യാനന്ദ പ്രഭു, ദ റൈറ്റ്. അതാണ് നമ്മുടെ രഘുനാഥ് ദാസ് ഗോസ്വാമി. നമ്മുടെ പാനിയേട്ടി ഫെസ്റ്റിവല് ദണ്ഡോത്സവം നടത്തിയില്ലേ, രഘുനാഥ് ദാസ് ഗോസ്വാമി നിത്യാനന്ദ പ്രഭുവിനെ കാണാണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ പോയി. അതിനുള്ള ദണ്ഡാണ്. അപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ ഈസി ആയിട്ട് ഡയറക്റ്റ് കാണാൻ പറ്റില്ല. അപ്പൊ ഭക്തന്മാർ ത്രൂ പോയാലേ അവരെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് മാത്രമല്ല, ഭക്തന്മാരെ അതായത് ആരാണോ ഭക്തന്മാരായിട്ട് കൂടുതൽ അടുപ്പമുള്ളത്, സ്നേഹിക്കുന്നത്, അത് ഭഗവാന് വളരെ ഇഷ്ടമായിരിക്കും. ഏമേ ഭക്താ ജന പാർത്ഥ നമേ ഭക്താശ്ച തേ ജനഃ മദ്ഭക്താനാം ച യേ ഭക്താ ഏമേ ഭക്താ തമാമതഃ. ഏമേ ഭക്താ ജന പാർത്ഥ നമേ ഭക്താ ച തേ ജനാ മദ്ഭക്താനാം ച യേ ഭക്താ തമേ ഭക്താ തമാമതഃ. Lord Krishna told Arjuna, those who are my direct devotees are actually not my devotees. എന്നെ ഡയറക്ട്ലി ഉപാസിക്കുന്ന ആൾക്കാർ എന്റെ ഭക്തന്മാരല്ല. But those who are devotees of my servant are actually my devotees. എന്റെ ഭക്തന്മാരെ ആരാണോ സേവിക്കുന്നത് അവരാണ് ശരിക്കുള്ള എന്റെ ഭക്തന്മാരെന്ന് പറയുന്നത്. Sri Chaitanya Mahaprabhu quotes this verse from Adi Purana. The verse is also included in the Laghu Bhagavatamrita. Chaitanya Mahaprabhu ആണ് ഇത് ആദി പുരാണത്തിൽ നിന്ന് എടുത്തതുള്ളത്. ഓക്കെ, ഇത് ഭാഗവതാമൃതത്തിലും ഈ ഭഗവത്ഗീതയിലെ ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. ആദര പരിചര്യായാം സർവാംഗേ അഭിവന്ദനം മദ്ഭക്ത പൂജാഭ്യാദിക സർവഭൂതേഷു മന്മതി മദർത്തേഷു അംഗചേഷ്ടശ്ച വചസാ മദ്ഗുണേരണാം മയ്യാർപ്പണം ച മനസാ സർവകാമ വിവർജനം. ആധാര പരിചര്യായാം സർവാംഗീർ അഭിവന്ദനം മദ്ഭക്ത പൂജാഭ്യധികാ സർവഭൂതേഷു മന്മതാ മദ് അർത്ഥേഷു അംഗചേഷ്ടാ ച വാചസാ മദ്ഗുണേരണം മയി അർപ്പാനാം ച മാനസാ സർവകാമ വിവർജനം. വെരി ഗുഡ്. ശ്രീമദ് ഭാഗവതത്തിലത്തെ വേഴ്സാണ്.
My devotees take great care and respect in rendering me service. They offer obeisances to me with all their bodily limbs. They worship other devotees and find all living entities related to me. For me, they engage the entire energy of their bodies. They engage the power of speech in the glorification of my qualities and form. They also dedicate their minds unto me and try to give up all kinds of material desires. Thus, my devotees are characterized. അപ്പോൾ ഡിവോട്ടീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവത്തിനാണ് ഇവിടെ പറയുന്നത് ഭാഗവത്തില്. എൻ്റെ ഡിവോട്ടീസ് എന്താണ് പറയുന്നത്? ദേ ടേക്ക് ഗ്രേറ്റ് കെയർ ആൻഡ് റെസ്പെക്ട് ഇൻ റെൻഡിങ് സർവീസ്. അപ്പോൾ അവരുടെ എല്ലാ ബോഡിലി ലിംസും വെച്ചിട്ട് ഭഗവാനെ ഉപാസിക്കും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അവരുടെ പവർ ഓഫ് സ്പീച്ച് കൊണ്ട് ഭഗവാനെ സ്തുതിക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിലി ലിംസ് അപ്പൊ എങ്ങനെയാണ്? പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞ പോലെ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പൊ ഈ നവവിധ ഭക്തി കൊണ്ട് എല്ലാ അംഗങ്ങളും, നമ്മുടെ എല്ലാ ബോഡി ലിംസും ഭഗവാന്റെ സർവീസിനും ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ ആണ് ഭഗവാന്റെ ഭക്തന്മാർ എന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. These two verses are quoted from Srimad Bhagavatam. They were spoken by the Supreme Personality of Godhead, Lord Krishna, who was answering Uddhava's inquiry about devotee service. അപ്പോൾ ഇത് 11ാമത്തെ ചാപ്റ്ററിലെ ഉദ്ധവ ഗീതയില് ഉദ്ധവനെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പോൾ ഉദ്ധവന് കൊടുക്കുന്ന ഒരു ഇതാണ്, സന്ദേശമാണിത്. പിന്നെ പറയുന്ന ഇതും പുരാണത്തിൽ നിന്നാണ്. ആരാധനാനാം സർവേഷാം വിഷ്ണുരാരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാനാം സമാർച്ചനം. ആരാധനാം സർവേഷാം വിഷ്ണുരാരാധനം പരം തസ്മാത് പരരാത്മം ദേവി തദ്യാനാം സമർച്ചനം. കൃഷ്ണ. ഓക്കെ, ഇത് പത്മപുരാണത്തിലുള്ളതാണ്. അതായത് ശിവഭഗവാൻ പാർവതി മാതാവിനോട് പറയാണ്, മൈ ഡിയർ ദേവി, although the Vedas recommend worship of demigods, the worship of Lord Vishnu is topmost. However, above the worship of Lord Vishnu is rendering service to Vaishnavas who are related to Lord Vishnu. അപ്പോൾ ശിവഭഗവാൻ പാർവതി മാതാവോട് പറയുന്ന എന്താണ്? വേദങ്ങളിലെ ഡെമിഗോഡ് വേർഷിപ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി, അന്യദേവി ദേവന്മാരുടെ ഉപാസന റെക്കമെൻഡ് എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട്, ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെല്ലാറ്റിലും ഉപരി ഏറ്റവും ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്നത് വേർഷിപ്പ് എന്താണ്? ആരാധനാനാം സർവേശാം വിഷ്ണു ആരാധനം, വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നത്. പക്ഷെ അതിലും ഉപരിയാണ്, അതിലും മീതെയാണ് എന്ത്? വൈഷ്ണവന്മാരെ ഉപാസിക്കുന്നത്, റിലേറ്റഡ് ടു ലോർഡ് വിഷ്ണു. അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ സേവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനും കൂടി അതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ വൈഷ്ണവന്മാരുടെ ആ തലം കാണിച്ചു കൊടുക്കുകയാണ്. ഈവൻ വിഷ്ണു ഈസ് ഓൾസോ പ്ലീസ്ഡ് by serving the Vaishnavas. So the Vedas are divided into 3 divisions: Karma Kanda, Jnana Kanda and Upasana Kanda. Karma Kanda, Jnana Kanda and Upasana Kanda. These are activities dealing with fruitive work, empiric philosophical speculation and worship. There are recommendations in the Vedas for the worship of various demigods as well as Lord Vishnu. അപ്പോൾ ഭഗവാൻ വിഷ്ണുവിനെ ഉപാസിക്കുന്നതും അതിന്റെ റെക്കമെൻഡേഷൻ്റെ, അന്യ ദേവി ദേവതമാരെ ഉപാസിക്കുന്നതിന്റെ റെക്കമെൻഡേഷൻ. പക്ഷെ ഇൻ ദിസ് കൊട്ടേഷൻ ഫ്രം ദ പത്മപുരാണ, ലോർഡ് ശിവ ആൻസേഴ്സ് എ ക്വസ്റ്റ്യൻ പോസ്റ്റ് ടു ഹിം ബൈ ഗോഡസ് ദുർഗ. അപ്പൊ ഈ കോണ്ടെക്സ്റ്റില്, ഈ സന്ദർഭത്തില് പത്മപുരാണത്തില് ശിവഭഗവാൻ പാർവതി മാത ചോദിക്കുന്നതിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കുകയാണ്. ദിസ് വേഴ്സ് ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദ ലഘു ഭാഗവതാമൃത ബൈ ശ്രീല രൂപ ഗോസ്വാമി. ശ്രീല രൂപ ഗോസ്വാമി ലഘു ഭാഗവതാമൃത. സനാതന ഗോസ്വാമി ഏതാണ് എഴുതിയിരിക്കുന്നത്? ഏത് ഭാഗവതാമൃതയാണ്? സനാതന ഗോസ്വാമി ഒരു ഭാഗവതാമൃത എഴുതിയിട്ടുണ്ട്. ഏതാണ്? രൂപഗോസ്വാമിയുടെ ലഘു ഭാഗവതാമൃത. സനാതന ഗോസ്വാമി എഴുതിയത് ബൃഹത് ഭാഗവതാമൃത. ഓക്കെ,
Brihad Bhagavatamrita. Oh, thus, the supreme form of worship is the satisfaction of supreme personality of God, Sri Krishna. അപ്പോൾ ഏറ്റവും പരമമായിട്ടുള്ള ആ ഉപാസന വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉപാസനയാണെന്ന് ശിവഭഗവാൻ പാർവതി മാതാവിനോട് പറയുന്നു. It is further concluded that the worshipper of Lord Vishnu renders better service by worshipping the devotees of Lord Krishna. അപ്പൊ അതിനും ഉപരിയാണ്, അതിനും മീതെയാണ് ഭഗവാന്റെ ഭക്തന്മാരെ, വൈഷ്ണവന്മാരെ ഉപാസിക്കുന്ന, സേവിക്കുന്നത്. There are different types of devotees, those in Shantarasa, Dasirasa, Sakhirasa, Vasalyarasa and Madhurya. Different mellows, അല്ലെ? Different രസത്തിലുള്ളതാണ് ശാന്ത, ദാസ്യ, സഖ്യ, വാത്സല്യ and Madhurya. Although all the rasas are on the transcendent platform, Madhurya Rasa is supreme transcendent mellow. എല്ലാം ദിവ്യ തലത്തിലാണെങ്കിലും കൂടിയിട്ട് മാധുര്യ രസമാണ് അതിൽ ഹൈറാർക്കിലി ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ളത്. Consequently, it is concluded that the worship of devotees engaged in the Lord's service in Madhurya Rasa is the supreme spiritual activity. Sri Chaitanya Mahaprabhu and his followers mainly worship Lord Krishna in Madhurya Rasa. അപ്പോൾ ഗൗഡിയ വൈഷ്ണവാസ് കൃഷ്ണ ഭഗവാനെ മാധുര്യ രസത്തിലാണ് ഉപാസിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ആ മാധുര്യ രസത്തിലേക്ക് നേരെ ചാടി കയറാൻ പാടില്ല. നമ്മളെല്ലാം ഇനീഷ്യൽ പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ യെസ്, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. Sri Chaitanya Mahaprabhu and his followers mainly worship Lord Krishna in Madhurya Rasa. Our Vaishnava Acharyas recommend worship up to Vatsalya Rasa. ഇവിടെ ഒരു കോഷൻ പറയുന്നുണ്ട്. അവർ അതർ വൈഷ്ണവ ആചാര്യാസ് റെക്കമെൻഡ് വർഷിപ്പ് അപ് ടു വാത്സല്യ രസ. ഏതൊക്കെയാണ്? ശ്രീ സമ്പ്രദായം, കുമാര സമ്പ്രദായം, പിന്നെ രുദ്ര സമ്പ്രദായം. അതാണ് അതർ വൈഷ്ണവ ആചാര്യാസ്. അതുവരെ അവർക്ക് മാധുരരസത്തിൽ എത്തിയിട്ടില്ല. Therefore, Sri Rupa Goswami in his Vidagdha Madhava describes Sri Chaitanya Mahaprabhu's cult as supreme. അതുകൊണ്ട് രൂപ ഗോസ്വാമി വിദഗ്ധ മാധവ എന്നുള്ള ആ ഗ്രന്ഥത്തിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു പാത്ത് അത് ഏറ്റവും സുപ്രീമായിട്ട് വയ്ക്കുന്നു. അനാർപ്പിതാചര്യം ചിരാത് കരുണായ വർത്തിർണ കലോ സമർപ്പയിതം ഉന്നതോജ്വല രസാംശ ഭക്തിശ്രീയം. എന്താണ്? അതൊരു ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. ശ്രീ ചൈതന്യ അത് ലീലയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ. ശ്രീ ചൈതന്യ മഹാപ്രഭു അപ്പിയർഡ് ഇൻ ദിസ് ഏജ് ഓഫ് കലി ടു എക്സിബിറ്റ് ദ സൂപ്പർ എക്സലൻസ് ഓഫ് മാധുരരസ. അപ്പൊ എന്തിനാണ് ചൈതന്യ മഹാപ്രഭു എന്ന് നമുക്ക്, അതായത് ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ മാധുര്യരസം പകരാൻ വേണ്ടിയിട്ടാണ്. ഇതാരും ഇതേവരെ തന്നിട്ടില്ല. അപ്പൊ ഈ മാധുര്യരസം വേറൊരു സമ്പ്രദായം തന്നിട്ടില്ല ഇതേവരെ. അപ്പൊ അത് ആരും തരാത്ത ആ ഒരു മെലോസ്, ആ രസം തരാൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്. എ ഗിഫ്റ്റ് നെവർ പ്രീവിയസ്ലി ബെസ്റ്റോഡ് ബൈ എനി ആചാര്യ ഓർ ഇൻകാർണേഷൻ. ഒരു ആചാര്യനും ഒരു ഭഗവാന്റെ അവതാരവും ഈ രസം ആർക്കും കൊടുത്തിട്ടില്ല. അത് തരാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ചൈതന്യ മഹാപ്രഭുസ് ഡിസെൻഡിങ് ടു ദിസ് മെറ്റീരിയൽ വേൾഡ്. Consequently, Sri Chaitanya Mahaprabhu is accepted as the most magnanimous incarnation. Mahavadanyaya Krishna Prema Pradayade Krishnaya Krishna Chaitanya Namne Gauratis. Mahavadanyaya, magnanimous. അല്ലെ? ഇത്രയും ഒരു കൃപാലു, ദയാലു, ഔദാര്യം ഉള്ള ഒരു അവതാരം ഇവിടെ ഇതേവരെ അവതരിച്ചിട്ടില്ല. It is he only who distributed love of Krishna while exhibiting the super excellence of loving Krishna in the conjugal rasa. മാധുര്യഭാവത്തില് ഭഗവാൻ കൃഷ്ണനെ ഉപാസിക്കാനുള്ള ആ വഴി, ആ മാർഗം നമുക്ക് തന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. വേറെ ആരും തന്നില്ല. ബാക്കി എല്ലാവരും മാക്സിമം വാത്സല്യ രസത്തെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മാക്സിമം. പക്ഷെ നമുക്ക് ഈ ഇത് തന്നിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭുവാണ്. ഇതിനു മുമ്പ് ഏതൊരു അവതാരം, ഏതൊരു ആചാര്യന്മാരും പറഞ്ഞു തരാത്താണ്. ദാറ്റ്സ് വൈ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ പാത്ത്, ദ ടോപ്പ് മോസ്റ്റ് പാത്തായിട്ട് രൂപ ഗോസ്വാമിയും മറ്റുള്ള എല്ലാ ഗോസ്വാമിയും പറയുന്നത്. അത്രയും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നിരിക്കുന്നത്. ദുരാപാഹി അല്പതപസാ സേവ വൈകുണ്ഠ വർമ്മസു യത്രോപഗീയതേ നിത്യം ദേവദേവോ ജനാർദ്ദന.
दुरापाहि अल्पतपसा सेव वैकुण्ठवत्मसु यत्रोपगीयते नित्यं देवदेवो जनार्दनः. Those whose austerity is meager can hardly obtain the service of the pure devotees progressing on the path back to kingdom of God at the Vaikunthas. അപ്പോൾ ആരാണോ തപസ് ചെയ്യാതെ എന്നൊക്കെ ഒരു മിനിമം ഒരു ഓസ്റ്റേറ്റ് എടുക്കാതെ ഇരിക്കുന്ന അവർക്ക് തിരിച്ച് ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടില്ല. Pure devotees engage 100% in glorifying the Supreme Lord, who is the Lord of demigods and the control of all living it. ശുദ്ധപത്രന്മാരെ പ്യൂർ ഡിവോട്ടീസ് ഭഗവാൻ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കറിയാം ആ ഭഗവാൻ എല്ലാ ദേവി ദേവതന്മാരുടെയും കൺട്രോളറാണ്, എല്ലാ ജീവജാലങ്ങളുടെയും കൺട്രോളറാണ്. This verse is a quotation from Srimad Bhagavatam. It was spoken by Vidura in its conversation with Maitreya Rishi, a great devotee of the Lord. അപ്പോൾ വിതുര മൈത്രേയ സംവാദത്തില് ഈ വേഴ്സ് വിതുരൻ മൈത്രേയ ഋഷിയോട് പറയുന്നതാണത്. പുരി ഭാരതി ഘോഷാനി സ്വരൂപ നിത്യാനന്ദ ജഗദാനന്ദ മുകുന്ദാദി യഥാ ഭക്തവൃന്ദ. പുരി ഭാരതി ഘോഷാനി സർവരൂപ നിത്യാനന്ദ ജഗദാനന്ദ മുകുന്ദാദി യഥാ ഭക്തവൃന്ദ. എല്ലാ ഡിവോട്ടീസിനും പേരാണത്. അപ്പോ പരമാനന്ദപുരി, ബ്രഹ്മാനന്ദ ഭാരതി, ഘോഷാനി, സ്വരൂപ ദാമോദര ഘോഷാനി, Lord Nityananda, Jagadananda, Mukunda and others were present before the Lord at that time. അപ്പോൾ ഈ സംവാദം നടക്കുന്ന സമയത്ത് ആരുണ്ടായിരുന്നു? ഈ ഇത്രയും ഭക്തന്മാർ അവിടെ ഉണ്ടായിരുന്നു. പരമാനന്ദപുരി ഉണ്ടായിരുന്നു, ബ്രഹ്മാനന്ദ ഭാരതി. ഇവർ രണ്ടുപേരും ആരാണ്? ചൈതന്യ മഹാപ്രഭുവിന്റെ ആരാണ് ഇവർ രണ്ടുപേരും? പരമാനന്ദ പുരി, ബ്രഹ്മാനന്ദ ഭാരതി. ഗോഡ് ബ്രദേഴ്സ് ആണോ? അല്ല, ഈശ്വരപുരിയുടെ ഈശ്വരപുരിയുടെ ഗോഡ് ബ്രദേഴ്സ്. സ്വരൂപ് ദാമോദർ ആരാണ്? അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ആൾ. ഓക്കെ, സ്വരൂപ ദാമോദർ ആരായിരുന്നു? കൃഷ്ണലീലയുടെ ലളിതാസഖി. Lord Nityananda, Jagadananda, Mukunda and others were present before the Lord at that time. Chari Goshanira Kaila Raya Charana Vandana Yada Yogya Sabha Bhaktera Karila Milana. Chari Goshanira Kaila Raya Charana Vandana Yada Yogya Sabha Bhaktera Karila Milana. Sri Ramananda Rai therefore offered his obeisances to all the Lord's devotees, in particular to the four spiritual masters. Thus, Ramananda Rai suitably met all the devotees. Ramananda Rai അതുകൊണ്ട് എല്ലാവർക്കും പ്രണാമം കൊടുത്തു. ഇൻ പർട്ടിക്കുലർ പ്രത്യേകിച്ചിട്ട് ദ ഫോർ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. ആരൊക്കെയാണ് ഇവിടെ ഫോർ സ്പിരിച്വൽ മാസ്റ്റർ ആയിട്ട് കണക്കാക്കേണ്ടത്? നമ്മൾ പരമാനന്ദപുരി, ബ്രഹ്മാനന്ദ ഭാരതി, നിത്യാനന്ദ പ്രഭു ആൻഡ് ചൈതന്യ മഹാപ്രഭു. സ്വരൂപ് ദാമോദരനല്ലേ പ്രഭു? സ്വരൂപ് ദാമോദരൻ ഇല്ല, അവരൊക്കെ ഏകദേശം ഒരു ഈക്വൽ ആയിട്ട് വരും. തോന്നുന്നു കേട്ടോ എനിക്ക്. ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്, പറപ്പോട്ടുണ്ട്. ദ ഫോർ സ്പിരിച്വൽ മാസ്റ്റേഴ്സ് റെഫേർഡ് ടു ദിസ് in this verse are Paramanandapuri, Brahmanandapuri, Swarup Damodara and Lord Nityananda. ചൈതന്യ മഹാപ്രഭു ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ സ്വരൂപ് ദാമോദരും സീനിയറാണ്. രാമാനന്ദ അവർ ഒരുമിച്ചാണെങ്കിലും കൂടിയിട്ട് അദ്ദേഹം സീനിയറാണ്. കാണിച്ചാൽ അത് കാരണമുണ്ട്, അദ്ദേഹം സന്യാസിയാണ്, റെനൗൺസ് ഹോട്ടലാണ്. അതാണ് പ്രഭു. എങ്കിലും നമ്മൾ നേരത്തെ വായിച്ചില്ലേ, അദ്ദേഹം പേര് മാറ്റിയിട്ടില്ല എന്ന്. സ്വരൂപ് ദാമോദർ പേര് മാറ്റിയിട്ടില്ല എന്ന് വായിച്ചില്ലേ? ആ സെയിം ബ്രഹ്മചാരി എന്തായിരുന്നു ആ പേരിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്തു. ഈസ് ആൾസോ സന്യാസി. സോ അവരുടെ ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. പ്രഭു കഹേ രായ ദേക്കില കമലനയന രായ കഹേ ഏബേയായ് പാപദർശന
प्रभु कहे राया देखीला कमला नयना राहे कहे एबाई पाप दर्शना. Sri Chaitanya Mahaprabhu next asked Ramananda Rai, have you already visited the temple of lotus-eyed Lord Jagannath? Chaitanya Mahaprabhu Ramananda Rai ചോദിക്കുകയാണ്, അങ്ങ് ജഗന്നാഥ് പുരിയിലെ ജഗന്നാഥിനെ കണ്ടോ, ടെമ്പിൾ വിസിറ്റ് ചെയ്തോ? Ramananda Rai replied, I shall now go visit the temple. ഇനി ഞാൻ ജഗന്നാഥ് പുരിയിലെ ടെമ്പിളിൽ പോവാം എന്നാണ് പറയുന്നത്. പ്രഭു കഹേ രായ തുമി കാര്യ കരിലേ. प्रभु कहे राया तुम्ही की कार्य करिले. ईश्वरे ना देखी केने आगे एठा आइले. प्रभु कहे राया तुम्ही की कार्य करिले. ईश्वर ना देखी केने आगे एता आइले. മഹാപ്രഭുജി എന്ത് കാര്യം ചെയ്ത്? ഈശ്വരനെ കാണാതെ, അതായത് ജഗന്നാഥിലെ ജഗന്നാഥിനെ കാണാതെ എൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് വരാണോ ചെയ്തത്? അത് ശരിയാണോ? ടിക്കറ്റ് ആണോ? അതാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അല്ലേ? Sri Chaitanya Mahaprabhu replied, what have you done, my dear Rai? Why did you not first see Lord Jagannatha and then come here? Why have you come here first? എന്താണ് ചെയ്തത്? ആദ്യം ജഗന്നാഥനിലെ ഭഗവാനിലെ കാണാൻ പോട്ടെ, എന്നിട്ടല്ലേ എന്നെ കാണാൻ വരേണ്ടത്. പക്ഷേ ഓൺ ദ കോൺട്രി എന്താണ്, എന്നെ കാണാനാണ് ആദ്യം വന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? റായ കഹേ ചരണ രഥ ഹൃദയ സാരഥി യഹാൻ ലാനായ തഥാന്യായ ജീവരഥി. रया काहे चरणा रता हृदय सारथिय ഹാൻലാനയായ തഹാന്യായ ജീവരഥി. അപ്പൊ രാമാനന്ദ നല്ല രസത്തിൽ മറുപടി പറയാണ്. രാമാനന്ദ റായ് said, the legs are like the chariot. നമ്മളുടെ കാലുകളെ രഥത്തിനോടാണ് ഒപ്പിച്ചിരിക്കുന്നത്. and the heart is like the charioteer. ഹൃദയം ആ ചാരിയറ്റ് ഓടിക്കുന്ന, രഥം ഓടിക്കുന്ന ആളും. wherever the heart takes the living entity is obliged to go. ഹൃദയം എവിടേക്കാണോ പോവാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് ആ ലിവിങ് എൻറ്റിറ്റി പോകുന്നു. So in the Bhagavad Gita 18.61, Lord Krishna explained, Ishvara sarvabhudanam hridesha arjuna tishtati brahmayan sarvabhudani yandra rudhani mayaya. അപ്പോ ഈ ശരീരമാകുന്ന യന്ത്രത്തെ നയിക്കുന്നത് അവിടേക്കാണ് ഹൃദയം കൊണ്ടെത്തിക്കുന്ന വെച്ചാൽ അവിടെ പോകും. അതാണ് അവിടെ പറയുന്നത്. ഈ യന്ത്രരൂഢാണിയാണ് അല്ലേ? The Supreme Lord is situated in everyone's heart, O Arjuna, and is directing the wanderings of all living entities. അപ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് നമ്മളെ ഡയറക്റ്റ് ചെയ്യാണ്. who are seated as on a machine made of material energy. അപ്പൊ ഈ യന്ത്രമാകുന്ന ശരീരത്തിലാണ് ഭഗവാൻ ഹൃദയത്തിലിരിക്കുന്നത്. എന്നിട്ട് ജീവാത്മാക്കളെ ഡയറക്റ്റ് ചെയ്യാണ് എങ്ങനെ പോകണം എന്നുള്ളത്. പക്ഷെ ആ ഡയറക്ഷൻ നമ്മൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ പറഞ്ഞാൽ കണ്ടീഷൻ സോഴ്സ്, ഭക്തന്മാരുടെ കാര്യമല്ല പറയണത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വഴി പഴച്ചു പോകുന്നത്. ഭഗവാന്റെ ആ ഡയറക്ഷൻ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടില്ല. So thus the living entity wanders within the universe, riding upon a chariot, the body bestowed by the material nature. A similar explanation is given in the Kathopanishad. ഇത് ബ്യൂട്ടിഫുൾ അനാലജിയാണ്. നമുക്കറിയാം കഠോപനിഷത്ത് നിന്നാണത്. ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥം ഏവതു ബുദ്ധിം തു സാരഥിം വിദ്ധി മനപ്രഗ്രഹം ഏവച ഇന്ദ്രിയാണി ഹയാൻ ആഹുർ വിഷയാംസ്തേഷു ഗോചരാൻ ആത്മേന്ദ്രിയ മനോയുക്തം ഭോക്തേതി ആഹുർ മനീഷിനാം. അപ്പോ നമുക്ക് ഈ അനാളജി നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഭക്തിശാസ്ത്രിയിലൊക്കെ. Kathopanishadana. Here it is said that the living entity is the passenger riding in the chariot of the body. അപ്പോൾ ആത്മാവാണ്, പാസഞ്ചർ ആണ്, ഓക്കെ, യാത്രിയാണ്, യാത്ര ചെയ്യുന്ന ആള് യാത്രി അല്ലേ? അപ്പോ ഈ ആത്മാവ്, ഈ ലിവിങ് എൻറ്റിറ്റി ഈ രഥത്തിലെ പാസഞ്ചർ ആണ്, which is offered by material nature. ഈ ശരീരം ആരാണ് തന്നിരിക്കുന്നത്? മെറ്റീരിയൽ നേച്ചർ, പ്രകൃതി. ഓക്കെ, അത് ഏത് ചാരിറ്റി എന്താണ്? ദേഹം. ലിവിങ് എൻറ്റിറ്റി പാസഞ്ചർ. ഓക്കെ, ചാരിറ്റ് ശരീരം, നമ്മളുടെ ശരീരം. ഓക്കെ, അത് ഓഫർ ചെയ്തിരിക്കുന്നത് ആരാണ്? പ്രകൃതി. ദ ഇന്റലിജൻസ് ഈസ് ദ ചാരിറ്റർ. ആരാണോ വണ്ടി ഓടിക്കുന്നത്, രഥം ഓടിക്കുന്നത്, അത് ഇന്റലിജൻസ്, ബുദ്ധി. ദ മൈൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ റെയിൻസ്, കടിഞ്ഞാണ്.
രഥത്തിനെ കൺട്രോൾ ചെയ്യാൻ കടിഞ്ഞാണ് വേണ്ടേ. അപ്പൊ മൈൻഡാണ് കടിഞ്ഞാണ്, കൺട്രോളിങ് ദ ഹോഴ്സസ്. അല്ലെങ്കിൽ ആ കടിഞ്ഞാണ് കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആ രഥം എവിടെ പോകുന്നു? ഡയറക്ഷൻലെസ് ആയിരിക്കുന്നു, എവിടെയും കൊണ്ട് ആക്സിഡന്റ് ആവുന്നു. ആൻഡ് ദ സെൻസസ് ആർ ദ ഹോഴ്സസ്. ഇന്ദ്രിയങ്ങളാണ് കുതിരകള്. ദസ് ദ ലിവിങ് എൻറ്റിറ്റി ഈസ് ദ ഫാൾസ് എൻജോയർ ഓഫ് ദ മെറ്റീരിയൽ വേൾഡ്. രഥത്തിൽ എത്ര കുതിരകളുണ്ട്? 4. ഉറപ്പാണോ? അർജുനൻ തേര് തെളിച്ച രഥങ്ങളിൽ 4 അല്ലേ പ്രഭു? എല്ലാവരും സമ്മതിക്കുന്നു? പിക്ചറിൽ കാണുന്നത് 5 എണ്ണത്തിൽ 1 എണ്ണം മനസ്സ്, അങ്ങനെയല്ലേ? ഇവിടെ പറയുന്നുണ്ട് ആൻഡ് ദ സെൻസസ് ആർ ദ ഹോഴ്സസ്. അപ്പൊ എത്ര ഹോഴ്സ് ഉണ്ട്? ഇതില് 5 സെൻസസ് ആണ് പ്രഭു. പക്ഷെ ഞാൻ ഇതൊരു സംശയം നോക്കിപ്പോയി, ഭാഗവതത്തില് 4 കുതിരകളാണ്, ആ കുതിരകളുടെ പേരുണ്ട് പ്രഭു. ഞാനത് വിസമ്മതിക്കുന്നില്ല. ഇതിലത്തെ കുതിരകൾ 5 പറയണം സെൻസസ്. അതായത് കഠോപനിഷത്തിന്റെ പ്രകാരം 5 സെൻസസിനെ റിപ്രസെന്റ് ചെയ്യാണ് ഹോഴ്സസ്, 5 ഉണ്ട്. പക്ഷേ ഭഗവത്ഗീതയിൽ 4 ഭഗവത്ഗീത, അതായത് ഭഗവാൻ കൃഷ്ണൻ തെളിക്കുന്ന ആ തേരിൽ 4 കുതിരയാണ്. പക്ഷെ ഈ ഒരു അനാലജി കഠോപനിഷത്തിൽ കൊടുക്കുന്നത് 5 സെൻസസിനെ റിപ്രസെന്റ് ചെയ്യുമ്പോൾ 5 കുതിര. അപ്പൊ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് 5 ആണോ 4 ആണോ. അതായത് ഭഗവത്ഗീതയിലത്തെ, അതായത് യുദ്ധത്തിൽ ഉപയോഗിച്ചത് 5 ആണോ, ചില ആൾക്കാർ 5 എണ്ണം വരെയും. അതായത് ഇതിനെ അവർ തെറ്റാണത്. യുദ്ധത്തിൽ ഉപയോഗിച്ച് 4 കുതിരനെ ഉള്ളൂ. ഇത് കഠോപനിഷത്തിൽ ഈ 5 സെൻസസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഈ 5 കുതിര പറയുന്നത്. അപ്പൊ അത് യുദ്ധഭൂമിയിൽ ഉപയോഗിച്ചുള്ള രഥമല്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ക്ലിയർ? ഭഗവത്ഗീതയിലത്തെ 4, കഠോപനിഷത്തില് 5 സെൻസസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ യുദ്ധഭൂമിയിൽ എന്താണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? 4 കുതിര. അത് സെൻസസ് ഒന്നല്ല. അതൊന്നും റെപ്രസെന്റ് ചെയ്യണില്ല. ഇല്ല. ഇത് ഈ കഠോപനിഷത്തിൽ മാത്രമാണ് ഞാൻ നോളജ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 5 കുതിരകളെ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. So here it is said that the living entity is a passenger riding in the chariot of the body, which is offered by material nature. The intelligence is the charioteer. The mind constitutes the reins controlling the horses, and the senses are the horses. Thus, the living entity is false enjoyer of the material world. അപ്പോ ഒന്നും കൂടി പറയൂ, ആരാണ് ലിവിങ് എൻറ്റിറ്റി? ആരാണ് ലിവിങ് എൻറ്റിറ്റി? ജീവാത്മ ആരാണ് ഈ രഥത്തിലെ? പാസഞ്ചർ ബോഡി അല്ല, പാസഞ്ചർ, യാത്രി. ഓക്കെ, രഥം എന്താണ്? ശരീരം. ഓക്കെ, ആ ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് എന്താണ്? ബുദ്ധി. ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് കടിഞ്ഞാണ് എന്താണ്? മൈൻഡ്. ആ, വണ്ടി ഓടിക്കുന്ന ആളാരാണ്? ബുദ്ധി. ഓക്കെ, സെൻസസ് ഇന്ദ്രിയങ്ങൾ എന്താണ്? ഇതാണ് അതിൻ്റെ. അപ്പൊ വളരെ ആപ്റ്റാണ് അതിന്റെ ഒരു അനാളജി കൊടുത്തിരിക്കുന്നത്, അല്ലേ? അപ്പോ ബുദ്ധി ഉപയോഗിച്ചിട്ട്, അതായത് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ, അല്ലേ? സോറി, സാരഥി. ഓക്കെ, ആ സാരഥി മനസ്സിനെ നിയന്ത്രിച്ചിട്ട് സെൻസസിനെ കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമേ യാത്രി സേഫായിട്ട് സ്ഥലത്തെത്തും. അതാണ് എന്റെ അനാളജി. Okay, so one who is advanced in Krishna consciousness can control the mind and intelligence, and in this way rein the horses, senses, even though they are very powerful. അപ്പൊ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വളരെ പവർഫുൾ ആണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് അപകടത്തിൽപ്പെടും. അപ്പോൾ ആ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അതാണ് ബുദ്ധി. അപ്പോൾ അതാണ് കടിഞ്ഞാണ് കയ്യിലുണ്ടാകണം. ആ കടിഞ്ഞാണ് എപ്പോഴും നമ്മളത്
മുറുക്കി പിടിക്കണം, എപ്പോ അയച്ചു വിടണം എന്നുള്ളത് ആര് തീരുമാനിക്കും? ചാരിറ്റർ, ബുദ്ധി. ചാരിറ്റർ, ബുദ്ധി. ഓക്കെ. അപ്പൊ എന്തിനാണ് ഈ ബുദ്ധി ഈ മനസ്സിനെ ഡയറക്റ്റ് ചെയ്തിട്ട്? എന്തിനാണ്? സെൻസസ് വളരെ വളരെ സ്ട്രോങ് ആണ്. അതിനെ കൺട്രോൾ ചെയ്തിട്ടെങ്കിൽ സെൻസ് ഒബ്ജക്ട്സിന്റെ പിന്നാലെ പോകും. അപ്പൊ അതാണ് അതിന്റെ ഇവിടെ ഈ അനാളജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ വൺ ഹു ക്യാൻ കൺട്രോൾ ദ സെൻസസ് ബൈ ഹിസ് മൈൻഡ് ആൻഡ് ഇന്റലിജൻസ് ക്യാൻ വെരി ഈസിലി അപ്രോച്ച് സുപ്രീം പേഴ്സണാലിറ്റി. എന്നാൽ മാത്രമേ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തൂ. ലക്ഷ്യസ്ഥാനം എന്താണ്? ഭഗവാന്റെ തൃപ്പാദങ്ങൾ. Who is the ultimate goal of life? Tad Vishnu Paramam Padam Tada Pashyanti Suraya. Those who are actually advanced approach Lord Vishnu, their ultimate goal. Such people are never captivated by Lord Vishnu's external energy, the material world. അപ്പോൾ ഇത് ഈ അനാലജി കഠോപനിഷത്ത് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ഒരു നല്ലൊരു അനാലജിയാണ് രഥത്തിന്റെ. രഥമുണ്ട്, ശരീരമാണ്. സെൻസസ് അത് ഹോഴ്സസ് ആണ്, കുതിരകളാണ്. കടിഞ്ഞാണ് മനസ്സാണ്. ഡ്രൈവർ ബുദ്ധിയാണ്. ആത്മാവാണ് പാസഞ്ചറിനെ അതൊക്കെ യാതൊരു കേടുപാടും കൂടാതെ അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുടെയും മനസ്സിന്റെയും കടമ. അതിന് ഇന്ദ്രിയങ്ങളെ നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്തിട്ട് വേണ്ട പോലെ അതിനെ തെളിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മനസ്സും ബുദ്ധിയും ഉപയോഗിച്ച് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടേക്കെങ്കിലും പായും, അത് ആക്സിഡന്റ് പെടും, പിന്നെ നമ്മളുടെ ഈ ജന്മം പാഴാവും. ഇതാണ് ഇതിന്റെ ഇത്. സോ ഇത് അപ്പൊ 38 അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, നമ്മൾ ഏത് ശ്ലോകത്തിനാ തുടങ്ങിയത്? നമ്മള് 11 to 38. ഓക്കെ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, जय गो प्रेमानंदे हरि हरि बोल. അപ്പൊ ഈ ശ്ലോകം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ.